ഹായ് ഹലോ ഐ ആം നിതിൻ. ദിസ് ഈസ് NSK Maths. അപ്പോൾ NSK Mathsന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് SLCയിലെ ഒന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 5 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 6ാമത്തെ ഭാഗത്തിലോട്ട് നമുക്ക് കടക്കാം. 6ാമത്തെ ഭാഗത്തിലെ പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുമ്പേ എനിക്കൊരു ഇക്വേഷൻ നിങ്ങളെ പഠിപ്പിച്ചു തരാനായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അരിത്തമെറ്റിക് സീക്വൻസിലെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്ന ഒരു കാര്യം. നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്ന വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ എഴുതുന്നു 2, 4, 6 എക്സെട്ര 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 ഒരു 98. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലെ. ഇതെന്ന് പറയുന്നത് x1, ഇത് x2, ഇത് x3. x1, x2, x3 മനസ്സിലാവാത്തതുണ്ടോ? x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമിനെ x1 എന്ന് സൂചിപ്പിച്ചു, സെക്കൻഡ് ടൈമിനെ x2 എന്ന് സൂചിപ്പിച്ചു, തേർഡ് ടൈമിനെ x3 എന്ന് സൂചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 98 ആണ് ഈ സീക്വൻസിലെ ലാസ്റ്റ് ടൈം അല്ലെ. ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതിനെ ഞാൻ xn എന്ന് സൂചിപ്പിച്ചു. ദാറ്റ് ഈസ് nth ടൈം. ഓക്കെ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ടോട്ടൽ എത്ര ടേംസ് ഉണ്ട്, അതാണ് നമ്പർ ഓഫ് ടേംസ് കൊണ്ട് പോയി. നമ്പർ ഓഫ് ടേംസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ n എന്നാണ്. n നമ്പർ ഓഫ് ടേംസിന്റെ ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിക്കും. n എന്ന് പറയുന്നത് xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1. ഈ പ്ലസ് 1 ആരും മറന്നുപോയില്ല. പ്ലസ് 1 മറന്നുപോയാൽ തെറ്റും. xn മൈനസ് x1 ഡിവൈഡ് ബൈ എന്താണ് d പ്ലസ് 1. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ n ഈസ് ഈക്വൽ ടു നിങ്ങളെന്ന് പറഞ്ഞാൽ xnന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 98 മൈനസ് 2ന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? അല്ല, x1ന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 2 ഡിവൈഡ് ബൈ d എന്ന് പറഞ്ഞാൽ 4 മൈനസ് 2 അല്ലേ. 4 മൈനസ് 2 എത്ര? അതിന് 2 ആണ്. പ്ലസ് എത്ര? 1. 98 മൈനസ് 2 എത്ര? 96/2 പ്ലസ് എത്ര? 1. ക്ലിയർ അല്ലേ? 96/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48 അല്ലെ. അപ്പൊ 48 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 49. അപ്പൊ നമ്പർ ഓഫ് ടൈംസിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യാനും പിന്നെ നമുക്കറിയാം 3ാമത്തെ ചാപ്റ്ററിന്റെ ഓൾജിബ്ര അല്ലെ, അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതും ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായിരിക്കണം? നന്നായിട്ട് മനസ്സിലാക്കി. ഓക്കെ. അപ്പം നമുക്ക് ഇനി കണക്കുകൾ നമുക്ക് ചെയ്തു നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. കണക്കിന്റെ അകത്ത് പേജ് നമ്പർ 22 1ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈസ് 101, അതായത് 101 എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് വന്നിട്ടുണ്ട് 13, 24, 35 എക്സെട്ര എക്സെട്ര. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ് വന്നിരിക്കുന്നത് അല്ലെ. ഈ സീക്വൻസിലെ ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 101 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ടേം ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമുക്കപ്പോൾ അത് ടേം ആകണമെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ 13ന് കൃത്യമായ ഒരു സ്ഥാനമുണ്ട്. 1ാം സ്ഥാനം x1, അതേപോലെ 24ന്റെ സ്ഥാനം x2, 35ന്റെ സ്ഥാനം x3. അങ്ങനെ 101 നമ്മൾ ലാസ്റ്റ് ടൈം എഴുതിയാൽ അതിന് കൃത്യമായ ഒരു സ്ഥാനം കിട്ടുമെന്ന് നോക്കിയാൽ മാത്രം മതി അല്ലെ. അതിനുവേണ്ടി നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? n നമ്പർ ഓഫ് ടൈംസ്. എന്താണ്? xn മൈനസ് x1 ഡിവൈഡ് ബൈ d പ്ലസ് 1 എന്നിട്ട് കൊടുക്കാം. xnന്റെ സ്ഥാനത്ത് 101 മൈനസ് x1ന്റെ സ്ഥാനത്ത് 13 ഡിവൈഡ് ബൈ 24 13 പോയ 11 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 101 13 പോയാൽ 88/11 പ്ലസ് 1. 88/11 എത്രയാണ്? 8 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 9. കറക്റ്റ് ഒരു സ്ഥാനം കിട്ടുന്നുണ്ട് അല്ലെ. നമ്മളെപ്പോഴും സ്ഥാനം പറയുമ്പോൾ അതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് റോൾ നമ്പേഴ്സ് ഉണ്ട് അല്ലെ. റോൾ നമ്പർ എപ്പോഴും നമുക്ക് നാച്ചുറൽ നമ്പർ ആയിട്ടായിരിക്കും കിട്ടും. എൻ്റെ റോൾ നമ്പർ 10ാം ക്ലാസ്സിൽ എൻ്റെ റോൾ നമ്പർ എന്ന് പറയുന്നത് 21 ആയിരുന്നു. അല്ലാതെ റോൾ നമ്പർ എപ്പോഴെങ്കിലും നമ്മൾ 21.5 അല്ലെ 22.3 എന്ന് പറയുമോ? ഒരിക്കലും ഡെസിമൽ നമ്പർ വരില്ല. അപ്പൊ സ്ഥാനം ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് നമുക്ക് എന്തൊരു ഒരു നാച്ചുറൽ നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ 101ന്റെ സ്ഥാനം എന്താണ്? x9 ആണ്. അതിന് സ്ഥാനമുണ്ട്. അപ്പൊ ഈ 101 ഈ ശ്രേണിയിൽ എന്താണ്? ഈ അരിത്തമെറ്റിക് സീക്വൻസ് 101 എന്താണ്? ഒരു ടേം ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലെ. തീർന്നില്ല, ക്വസ്റ്റ്യൻ തീർന്നില്ല. എങ്കിൽ വാട്ട് അബൌട്ട് 1001? എങ്കിൽ 1001 പദമാകുമോ എന്നാണ് നമ്മുടെ ചോദ്യം. ശരി, ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തു നോക്കാം. ഇതേപോലെ തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ ശ്രേണിക്ക് വ്യത്യാസമില്ല, അരിത്തമെറ്റിക് സീക്വൻസിന് വ്യത്യാസമില്ല. ഏത് തന്നെയാണ്? 13, 24, 35 എക്സെട്ര എക്സെട്ര എക്സെട്ര. ലാസ്റ്റ് ടൈം ഏതായിട്ട് എഴുതാൻ? നമുക്ക് 1001. ശരി, x1 എന്ന് പറയുന്ന ഫസ്റ്റ് ടൈം 13, xn എന്ന് പറയുന്ന ലാസ്റ്റ് ടൈം 1001, d എന്ന് പറയുന്നതിന് വ്യത്യാസമില്ല 11 അല്ലെ. നമ്മുടെ ഇക്വേഷൻ എടുക്കുക. നമ്മുടെ ഇക്വേഷൻ എന്താണ്? xn ഈസ് ഈക്വൽ ടു xn അല്ല nth ടൈം
സോറി നമ്പർ ഓഫ് ടേംസ് n is equal to xn മൈനസ് x1 ഡിവൈഡ് ബൈ d പ്ലസ് 1. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, ആൻസർ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ xnന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 1001 മൈനസ് x1 എത്ര? 13 ഡിവൈഡ് ബൈ d എത്ര? 11 പ്ലസ് എത്ര? 1 അല്ലേ? ഇത് കുറയ്ക്കാൻ നേരം നമുക്ക് എത്ര കിട്ടും? 1001 13 പോയ 988 ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1. നിങ്ങളൊന്ന് 918 ഒന്ന് ഡിവൈഡ് നോക്കിയാൽ നമുക്ക് 10.2 സംതിങ് എന്ന് കിട്ടും. 10 പോയിന്റ് ആണ്, ഡെസിമൽ ആണ്. ഓക്കെ, അതായത് 988 നമുക്ക് 11 വെച്ച് നമുക്ക് എല്ലാവർക്കും ഡിവൈഡ് ചെയ്യാൻ അറിയാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 പോയിന്റ് സംതിങ് എന്നാണ് കിട്ടുന്നത്. അങ്ങനെ ഒരിക്കലും ഒരു ഡെസിമൽ സംഖ്യ വരാൻ പാടില്ല പൊസിഷൻ എന്നതാണ് ആദ്യമേ പറഞ്ഞത്. അപ്പം 1001 പൊസിഷൻ 10 പോയിന്റ് സംതിങ്. അപ്പൊ 1001 അതിൽ എന്തല്ല? ആ ടേം അല്ല. 101 ടേം ആയിരുന്നു, കാരണം 101 9 കിട്ടിയ. പക്ഷേ 1001 ടേം അല്ല, കാരണം അവിടെ പൊസിഷൻ 1001 സ്ഥാനമില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1001 is not the term of the sequence, but 101 is the term of the sequence. സെറ്റ് അല്ലേ? നമുക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അടുത്ത ടേബിൾ വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അടുത്ത ടേബിളിലോട്ട് നമുക്ക് പോവാം. ഇൻ ദ ടേബിൾ ബിലോ, അല്ലെ, ഇൻ ദ ടേബിൾ ബിലോ സം അരിത്തമെറ്റിക് സീക്വൻസ് ആർ ഗിവൺ ആൻഡ് 2 numbers against each. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് 2 numbers എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെക്ക് വെദർ ദ നമ്പേഴ്സ് ആർ ദ ടേം ഓഫ് ദ റെസ്പെക്റ്റീവ് സീക്വൻസ്. അതായത് ഒന്നുമില്ല, ഇവിടെ ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ആദ്യത്തെ ബോക്സ്. ഒരു ബോക്സ് ചെയ്ത് കാണിക്കാം, മനസ്സിലായോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വിലയിരുത്തണം. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. 11, 22, 33. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, ആദ്യം പറഞ്ഞിരിക്കുന്നത് 123, അതായത് 123 ഈ ശ്രേണിയിൽ അല്ലെങ്കിൽ ഈ സീക്വൻസിൽ ആ ടേം ആകുമെന്ന്. അപ്പൊ നമുക്കൊരു കഴിഞ്ഞ് x1 is equal to 11, xn is equal to 123, കോമൺ ഡിഫറൻസ് d is equal to 11. ജസ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഏത് ഇക്വേഷൻ? n എന്ന് പറയുന്ന ഇക്വേഷൻ. ദാറ്റ് ഈസ് n is equal to xn മൈനസ് x1 ഡിവൈഡ് ബൈ d പ്ലസ് 1. ഈ xnന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം? 120. അപ്പൊ എന്ത് വരും? 123 മൈനസ് എത്ര? 11 ഡിവൈഡഡ് ബൈ d പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 123 11 പോലെ എത്ര? 112 ഡിവൈഡ് ബൈ ഡിയുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? 11 പ്ലസ് 1. 112 ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. ഡെസിമൽ ഇവിടെ വന്നിട്ട് ഡെസിമൽ പ്ലസ് 1 വരത്തുള്ളൂ. ഡെസിമൽ സംഖ്യ പ്ലസ് 1 വരത്തുള്ളൂ. അപ്പൊ നമുക്ക് പറയാമോ ഈ 121 ഇതിന്റെ അകത്ത് ടേം ആകുമോ? ആകില്ല, ബിക്കോസ് ഡെസിമൽ വന്നു. അപ്പം 123 ടേം ആകുമോ? ഇല്ല. നോ. സെറ്റ് അല്ലേ? ഇതേ ശ്രേണിയിൽ തന്നെ 132 ടേം ആകുമോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ, അല്ലെ? അപ്പൊ 132 ടേം ആകുമോ നോക്കാൻ 11, 22, 33 എക്സെട്ര 132. അപ്പൊ x1 നമുക്കറിയാം, x1 11, xn നമുക്ക് കിട്ടി 132, d is equal to 11. ഏത് ഇക്വേഷൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും? നമ്മുടെ ഇക്വേഷൻ അറിയാമല്ലോ. ഏത് ഇക്വേഷൻ? n is equal to xn മൈനസ് x1 ഡിവൈഡ് ബൈ d പ്ലസ് 1. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ xnന്റെ സ്ഥാനത്ത് 132 മൈനസ് x1ന്റെ സ്ഥാനത്ത് 11 ഡിവൈഡഡ് ബൈ d 11 പ്ലസ് 1. എടുത്തിയാടി ഈ 11 കൂടെ വെട്ടി കളയരുതേ, കാരണം ഇവിടെ മൈനസ് ആണ് നമുക്ക് വെട്ടാൻ പാടില്ല. അപ്പൊ 132 11 പോകുമ്പോൾ 121 ബൈ എത്രയാണ്? 121 ബൈ 11 പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 121 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആ 11 തന്നെയാണ്. 11 ഗുണം 11 ആണ് പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 12. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം 12ാം സ്ഥാനത്ത് ആരുണ്ട്? 123 ഉണ്ടായിരുന്നു, ഇല്ല. പക്ഷെ 132 സ്ഥാനമുണ്ട്. therefore നമുക്ക് എന്ത് എഴുതാം? യെസ്. ഇത്രേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അത്രയും മാത്രമേ ഉള്ളൂ. വേറൊന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. സെറ്റ് അല്ലേ? അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ നോക്കിയാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഈ പ്രോബ്ലംസുകളെല്ലാം, അതായത് 12, 23. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 12, 23, 34 ലാസ്റ്റ് ടൈം ആയിട്ട് എന്ത് വെക്കണം? 100. ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഡെസിമൽ കിട്ടിയാൽ എന്തല്ല? ടൈം അല്ല. ഡെസിമൽ കിട്ടിയില്ല, ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടിയെങ്കിൽ അതെന്തായിരിക്കും? ടൈം ആയിരിക്കും. അങ്ങനെ നമുക്ക് ഈ പ്രോബ്ലംസുകളെല്ലാം നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഹരിക്കാൻ പഠിക്കും, കുറയ്ക്കാൻ പഠിക്കും, ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു പോകും. പക്ഷെ കാര്യം അറിഞ്ഞിരിക്കണം എന്താണ്? നമ്പർ ഓഫ് ടൈംസ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നാച്ചുറൽ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അതെന്താണ്? ടൈമാണ്. നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എന്താണ്? അത് ടൈമല്ല. സെറ്റ് അല്ലേ? ഇതാണ് ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യനും കൂടെ ആ പേജിൽ കിടപ്പുണ്ട്. ഈ സെയിം ടേബിളിൽ, അല്ലെ?
ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇൻ ദ ടേബിൾ എബോവ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ നമ്പേഴ്സ് ദാറ്റ് ആർ ദ ടേംസ് ഓഫ് ദ റെസ്പെക്റ്റീവ്. അതായത് നമുക്ക് ടേം കിട്ടുവാണെങ്കിൽ കറക്റ്റ് ഇപ്പൊ നമുക്ക് 132 ടേം ആയിരുന്നു, എത്രയായിരുന്നു? 12ാമത്തെ പദമായിരുന്നു. അങ്ങനെ കറക്റ്റ് ടേം കിട്ടുമെങ്കിൽ അത് എത്രാമത്തെ പദം എന്ന് എഴുതാൻ വേണ്ടി അവർ തന്നിരിക്കുന്ന 3ാമത്തെ ക്വസ്റ്റ്യൻ ആണത്. നമ്മൾ ഓൾറെഡി അത് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, മനസ്സിലായ? ഓക്കെ അല്ലേ? അപ്പം അത് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കിയുള്ള ടേബിളിലെ കണക്കുകൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആ ചെയ്തതിന് ശേഷം യെസ് ഓർ നോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. ഞാൻ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ടും വൃത്തിയായിട്ടും വീണ്ടും ഞാൻ പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, നമ്മുടെ ഓണപരീക്ഷയുടെ അടുത്ത് വരുമ്പോൾ ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ്.